കയറി ഇരുന്ന് സീറ്റ് ആദ്യം സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സെൻറ്റർ മിറർ ഒന്ന് പക്കായിട്ട് ടച്ച് ചെയ്തിട്ട് ബാക്കിത്തെ ഫുള്ള് മിറർ ഇത് ഓക്കെ ആണെങ്കിൽ ബെൽറ്റ് ഇടുക. ലെഫ്റ്റും റൈറ്റും മിററും ചെക്ക് ചെയ്തില്ലേ? ഇനി ബെൽറ്റ് ഇടുക. വേഗം റിവേഴ്സ് ഇടുക. മുന്നത്തെ വണ്ടി മുന്നേ നമുക്ക് പ്ലാൻ ആക്കാം, അല്ല വെറുതെ അവർ ഇരുത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. മുന്നേ നമുക്ക് കണ്ടിട്ടാണ് കയറുന്നത്. ഫുള്ള് വേഗം കട്ട് ചെയ്യുക. പകുതി വണ്ടി പുറത്തേക്ക് എടുക്കുക. വേഗം ഒന്നുകൂടി മതി. ഇനി ഡ്രൈവർ മോഡ് ഇടുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഫുൾ ടൈം ലെഫ്റ്റ് പോയി ബാക്ക് ഫുള്ള് തിരിഞ്ഞ് നോക്ക്. പോട്ടെ എടുത്ത് പോട്ടെ. ചെറിയൊരു സ്പീഡ് പോകണം. ഒന്നുകൂടി വേണം. പോട്ടെ. അങ്ങനെ ആ വണ്ടി പോണത്തിൽ വെയിറ്റ് ചെയ്യാം. ഒരു പോയിന്റ് എക്സിറ്റ് കൊണ്ട് ചെയ്യുക, കൊടുക്കുക. പിന്നെ നമ്മൾ റോഡിൽ 40 45 പോകാം. അവിടെ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അതായിട്ട് ഇടുക. ഒന്ന് സ്ലോ ആക്കുക. പോട്ടെ. പിന്നെ അതേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്പീഡ് കുറച്ച് എന്ത് ചെയ്യരുത് വണ്ടി. സ്പീഡ് കുറച്ചിട്ട് പിന്നെ എന്ത് ചെയ്യില്ല, സ്പീഡ് കൊടുക്കാതിരിക്കും ചെയ്യരുത്. സെൻറ്റർ മിറർ നോക്കുക. ഒന്ന് ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക. പോട്ടെ. സ്പീഡ് എന്താ കുറക്കണേ? ലെഫ്റ്റ് മതി. അത്രേ ഉള്ളൂ. അവിടെ എത്തുമ്പോൾ കാലെടുക്കുക. വരുന്നിച്ചിട്ട് അപ്പം തന്നെ സ്പീഡ് കുറക്കണ്ട. ഇതിപ്പോ 3-4 ലൊക്കേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് എടുക്കും. ചിലപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകും. ഒന്നും പറഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് പോകാം. അല്ലെങ്കിൽ അവർ കുറച്ച് മുന്നേ എന്ത് പറയും, റൈറ്റ് പറയും. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ എന്ത് ചെയ്യുക, ബിഫോർ ആയിട്ട് നമ്മൾ റെഡി ആയി നിൽക്കുക. അവിടെ വരുമ്പോ നമ്മൾ പാർക്കിംഗ് എടുക്കും പറഞ്ഞില്ലേ, വണ്ടി പോണ ലെവലിൽ വെച്ച് ചെയ്ത് വണ്ടി മെല്ലെ പോകുള്ളൂ. ആ സമയത്ത് ഒരു പോയിന്റ് എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ വണ്ടി എന്തായി, ഒരു നോർമൽ ഡ്രൈവർ എടുത്ത് പോണ പോലെ ആവും. നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ വണ്ടി പോണ മൂവിങ്ങിന് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? സിഗ്നൽ നോക്കി നിൽക്കുക. പച്ച എത്തി എക്സിറ്റ് കൊടുക്കുക, പോകുക. പോട്ടെ. അതേ ലെവൽ. ഇപ്പോൾ ഇത് ഫസ്റ്റ് ട്രാക്ക് എന്നാ പോകണം. അവിടെ ഫസ്റ്റ് ട്രാക്കിൽ തന്നെ കയറും. നമ്മൾ കട്ട് ചെയ്തോ. ചെറിയ സ്പീഡ് കൂട്ടാം. സ്റ്റഡി ആക്കുക. ഒന്നായിട്ട് പോയിക്കോ. വണ്ടി സ്റ്റഡി ആയിട്ട് ഈ ബോർഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഷോൾഡർ ചെക്ക് ചെയ്ത് ഉള്ളിൽ കയറി തിരിച്ചൊന്നുകൂടി സെൻറ്റർ മിറർ നോക്കുക. സ്പീഡ് കൂട്ടുക. ആ ലെവൽ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിൽ തന്നെ വെക്കുക. ഓക്കെ. യൂട്ടൺ സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ ചെക്ക് ചെയ്ത് നേരെ ഉള്ളിൽ കയറുക. സെൻറ്റർ മിറർ ഒന്നുകൂടി നോക്കുക. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ സെൻറ്റർ മിറർ നോക്കുക. ഷോൾഡർ കഴിഞ്ഞ പാട് വെയിറ്റ് ചെയ്യുക. ഫുൾ ടൈം പോട്ടെ. എക്സൽ എടുത്ത് പോകും. ചെറിയ എക്സലിൽ തന്നെ പോകണം. ഓക്കെ. ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി മതി. വേഗം സ്റ്റഡി ആക്കുക. സെൻറ്റർ മിറർ നോക്കുക. പാർക്കിംഗ് നല്ല മതി. ഇവിടെ ലൈൻ ഇല്ലല്ലോ താഴത്ത്. പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക്. പോട്ടെ. ഇപ്പോൾ ഒരാളത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ആളത് എന്ത് ചെയ്യും, എടുക്കും. മുന്നേ ആലോചിച്ച് വെക്കുക. ഫുൾ ടൈം അടിക്കുക. എന്ന് മുന്നിൽ വണ്ടി ഉള്ളതല്ലേ. വേഗം ഹാൻഡ് ബ്രേക്ക് താഴത്ത്. ഫുൾ ടൈം ബ്ലൈൻഡ് സ്പോട്ട് പോയി ചെക്ക് ചെയ്തോ. വണ്ടിയുണ്ട്. സെൻറ്റർ മിറർ നോക്കുക. ഒന്നും കൂടി. പോട്ടെ. എക്സിറ്റ് കൊടുക്കുക. പോട്ടെ. ചെറിയ സ്പീഡ്. ഒന്നും കൂടി ഒരു പോയിന്റ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി സ്പീഡ് കൂട്ടാം. മനസ്സിലായോ? യൂട്ടൺ സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ. ഇനി സെൻറ്റർ മിറർ നോക്കുക. അപ്പം നമുക്ക് അജ്മാൽ സിമ്പിളുള്ളൂ. ഇത്ര ഉള്ളൂ ടെസ്റ്റിൻ്റെ ടൈമിങ് അവർ തരിക. നമ്മളൊരു യൂട്ടൺ അടിക്കുമ്പോൾ തന്നെ അവർക്ക് കൺട്രോൾ ഇല്ല അറിയാം. പോട്ടെ. എക്സിറ്റ് കൊടുക്കുക. പോട്ടെ. ചെറിയൊരു സ്പീഡ്. ആ വണ്ടീനനുസരിച്ചിട്ട് ഒരു പോയിന്റ് കൂടി മെല്ലെ സ്റ്റഡി ആക്കുക. സെൻറ്റർ മിറർ നോക്കുക. സ്പീഡ് മതി. ആ വണ്ടിയുള്ള എക്സിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പാർക്കിംഗ് മസ്റ്റായിട്ട് ഇവിടെ ഉള്ളിൽ വരുമ്പോൾ സ്റ്റോപ്പ് ലൈന് എന്തിനാണ് ബോർഡുള്ളത്, നോ പാർക്കിങ്ങിൻ്റെ ബോർഡ്. അപ്പോൾ പാർക്കിംഗ് ഉണ്ട്. ഓക്കെ. അതെ.